ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും വെച്ച് നിങ്ങൾ പോകാണ്ടിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയ രണ്ട് ആൾക്കാരായിരുന്നു. ഏറ്റവും നല്ല കിടിലൻ എൻ്റർടൈൻമെൻറ്റ് പടമാണ്. നല്ല ഹേ ഗൈസ്, അങ്ങനെ ആലപ്പുഴ ജിങ്കാന ഫസ്റ്റ് ഷോ ആണെന്നറിയില്ല, 10 മണിക്കൂർ ഷോ ഞാൻ കണ്ടിട്ട് PVR ഫോറം മാളിൽ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതും PXL സ്ക്രീനകത്ത്. പടം ഒരു രക്ഷയില്ല, കിടിലൻ പടമാണ്. ഇതിനകത്ത് അത് ഓരോ ആക്ടേഴ്സും അവരെല്ലാവരും എടുത്തിരിക്കുന്ന എഫേർട്ട് പൊന്നോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എഫേർട്ടാണ്. അതിനുവേണ്ടി മാത്രം അത്രയും നല്ല കിടിലായിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത്. അതിനകത്ത് നെസ്ലിനാണേലും ബേബിജീനാണേലും നമ്മുടെ ബമ്പർജിയിലെ കാർത്തിക് ആണേലും പിന്നെ നമ്മുടെ ലുക്മാൻ അവറാനൊക്കെ എൻ്റെ പൊന്നെ കിട്ടില്ലേ. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയ രണ്ട് ആൾക്കാരായിരുന്നു. ഒന്ന് നമ്മുടെ ബമ്പർജിയിലെ കാർത്തിക്കില്ലേ, പിക്കപ്പ് ലൈനിൻ്റെ കാർത്തിക്കും പിന്നെ നമ്മുടെ ബേബിജീനൊക്കെ. അവരുടെ ബേബിജീൻ്റെ സ്വാഗതത്തിന് വേറൊരു കിടില്. ഇതൊക്കെ എൻ്റെ മുഖത്ത് കാണാം, വേറൊരു റേഞ്ചാണ് ബേബിജീന് കാണിക്കുന്ന സംഭവമൊക്കെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നസ്ലിനെ അല്ല നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയുന്നത്. നസ്ലിൻ്റെ വേറെ ടൈപ്പ് നസ്ലിൻ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ പറയുക, നസ്ലിൻ അത് പല പാട്ടിനും പറഞ്ഞല്ലോ, ഞാൻ പഴയ സാധാരണ ചെയ്യുന്ന ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ തൊട്ട് അങ്ങനെയൊന്നുമല്ല, ഇതൊരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണെന്നൊക്കെ നല്ലപോലെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എൻ്റെ BGM, ആ BGM ആണെന്ന് എൻ്റെ മോനെ BGM എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ചെറിയ സാധനം, അത് ഞാൻ ഒരിക്കലും സ്പോയിലറാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതിനകത്ത് ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് ആലപ്പുഴക്കാർക്ക് കിട്ടുകയുമില്ല, രോമം എണീച്ചിരിക്കും. അജാതി ഒരു സാധനം ഉണ്ട് അതിനകത്ത്. എനിക്കിങ്ങനെ കേരള ഇപ്പോഴല്ലേ പറയുമ്പോൾ ഇതാ പറയുക, ഈ ഗൂസ്പംസ് ലെവൽ കയറി വരുമെന്ന് പറയത്തില്ല, അതുപോലെ കയറി വരുവാണ്. അമ്മാരി സാധനം. ആ ഒരു BGM ബേസും ആ ഒരു സോങ്ങിനൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നായികമാരെന്ന് പറയുന്നത് എല്ലാവരും നല്ല ക്യൂട്ട് ലുക്കാണ്. ഒരു ചുരുണ്ടുപിടിയുള്ള നായിക, ഒരു സാധാ ഒരു നായിക ടൈപ്പ്. ബാക്കി 3 പേരും 3 ടൈപ്പ് ക്യാരക്ടറാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ 2 നായികമാർ എനിക്ക് വല്ലാണ്ടൊക്കെ ക്രഷായി. നമ്മുടെ ഇടിവെക്കുന്ന നായികയുടെ പേര് എനിക്കറിഞ്ഞുകൂടാ, അവളെ ക്രഷായി. പിന്നെ വേറൊരു നായികയുണ്ട്, നടുക്കത്തെ നായികയുണ്ട്, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി കേട്ടോ. പിന്നെ നസീറിക്കയുടെ ക്യാരക്ടർ തന്നെയാണ്. നസീറിക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജിമ്മിൻ്റെ ആശാനായിട്ടാണ് വരുന്നത്. അപ്പം നസീറിക്കയ്ക്ക് അത് കറക്റ്റാണ്. ആ ഒരു റഫ് ടൈപ്പ് സാധനം, അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ച ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഓവറോൾ നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വെച്ച് പോകാണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും വെച്ച് നിങ്ങൾ പോകാണ്ടിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുന്നത് നമ്മളുടെ ചിന്താഗതിയിലൊരു സാധനം വരും. ഇത് അങ്ങനെയാണ്, അങ്ങനത്തെ ഇതായിരിക്കും, ഇങ്ങനത്തെ ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെക്റ്റേഷനിലൂടെ പോകാൻ തരും. നമുക്ക് അവിടെ ചെല്ലാൻ നേരത്ത് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആകും. അപ്പം നോ എക്സ്പെക്റ്റേഷൻസ്, നല്ലൊരു പടം കാണാൻ വേണ്ടി പോവുക എന്നുള്ള രീതിക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അവരെടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ പറഞ്ഞില്ല. എൻ്റെ പൊന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നുവെച്ചാൽ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ എന്നുവെച്ചാൽ അതിനും മാത്രം രീതിക്ക് അവർ കഷ്ടപ്പെടണമെന്നാണ് അതിനകത്ത് കാണുന്നത്. നമുക്ക് നസ്ലിൻ്റെയൊക്കെ ഓരോരുത്തരും ബോഡി ഫിറ്റ് കാണുമ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എത്രത്തോളം കിടിലനായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പറഞ്ഞറിയിക്കപ്പെടുത്തില്ല എൻ്റെ പൊന്നെ. പിന്നെ അവർ ഈ പടം ഇറക്കുന്ന കറക്റ്റ് നല്ല ടൈമിനാണ്, ഒരു വെക്കേഷൻ ടൈമിനാണ് പടം ഇറക്കിയിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് പിള്ളേരായിട്ട് നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ആയിട്ട് കാണാൻ പറ്റിയൊരു പടം തന്നെ. ഭയങ്കര എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റാണ് പടം. ഓവറോൾ പറയുന്നത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ചിരിച്ചെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ ചിരിച്ച് കൈയടിച്ച് ഇതായിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇത് പടം മെയിനായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അതായത് ആലപ്പുഴ ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. ആലപ്പുഴ ബേസ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ അതിനകത്ത് കാണാൻ പറ്റും. നമുക്കൊരു ആലപ്പുഴക്കാരൻ എന്ന രീതിക്ക് ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് അഭിമാനിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇതാക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഈ 3 ക്യാരക്ടർ കിടിലാണ്. നമ്മുടെ കാർത്തിക്, ബേബിജീന്, പിന്നെ ആരായിരുന്നു, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നത്, പിന്നെ നായികമാരും. ഓക്കെ, നായികമാരും നൈസായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുത്ത് പറയാനുണ്ട്. ഓക്കെ, പടം നിങ്ങൾ പോയി കാണുമ്പോഴത്തേക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര നല്ല രീതിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പടമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു എൻ്റർടൈൻമെൻറ്റുള്ള വകുപ്പുണ്ട്. നമുക്ക് കൊടുത്ത കാശിന് വെറുത്തായിട്ടുള്ളത് ഉണ്ട് കാണാൻ മാത്രം. ഞാൻ ഒരുപാട് ചിരിച്ച്. നമുക്കിപ്പോൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ പടം പോയി കാണാൻ നേരത്ത് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ആ സ്ട്രെസ് റിലീഫ് ഉണ്ടാകും. അതിനും മാത്രം ചിരിക്കാനുണ്ട് അതിനകത്ത്, ഇഷ്ടം പോലെ ചിരിക്കാനുണ്ട്. അത് എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പോയി കാണുമ്പോഴത്തേക്ക് ഒരുപാട് ചിരിക്കാനും പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് ഒരുപാട്.
ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ ഒരൊറ്റ ഇൻ്റർവ്യൂ പടത്തിനോട് ബേസ് ചെയ്ത ഒറ്റ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാണാതെ പോയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഈ ഇൻ്റർവ്യൂസ് ഒന്നും കാണാണ്ട് അങ്ങനെ കാണാതെ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോഴും പറയും, നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ കിടിലൻ പടമാണ്. ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അല്ല, ഏറ്റവും നല്ല കിടിലൻ എൻ്റർടൈൻമെൻറ്റ് പടമാണ്, നല്ല സാധ്യത ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല ഈ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നമ്മളതാ പറഞ്ഞ് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കരുതെന്ന് പറയുന്നത്. അത്രയും എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് ഞാൻ 3 പേരെ എടുത്ത് പറഞ്ഞ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റേതായ രീതിക്ക് അവർ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ എടുത്ത് പറഞ്ഞത്. അതിനകത്ത് കാർത്തിക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ നമ്മൾ അവനുമായിട്ട് എപ്പോഴും കാണുന്ന ഒരാളായതുകൊണ്ട് അവനെക്കുറിച്ചിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞത്. പിന്നെ നസീറിൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. ബേബിജീൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. നമ്മുടെ ലുക്മാൻ അവരാണെങ്കിൽ ഒരു റഫ് ക്യാരക്ടർ, അങ്ങനെയൊക്കെ രീതിക്കുള്ള ക്യാരക്ടറാണ്. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഈ ക്യാരക്ടറിൽ നിന്ന്. അവരുടെ മാക്സിമം അവർ നന്നായിട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതിനകത്ത് ഓരോ പാട്ടും ഓരോ BGMഉം എൻ്റെ മോനെ നമ്മളതിനകത്ത് ഇരുന്ന് പോകും. നമ്മളെ പിടിച്ചിരുത്തി കളയും. രീതിക്കാണ് ഓരോ BGMഉം ഓരോ സോങ്സും കൃത്യമായിട്ട് നൽകുക. എനിക്ക് എല്ലാ പാട്ടുകളും എനിക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എത്ര വലിയ എൻ്റർടൈൻമെൻറ്റ് പടമാണെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ചില സ്ഥലങ്ങൾ ബോറടിക്കാറുണ്ട്. പക്ഷേ ഈ സാധനത്തിനകത്ത് അങ്ങനൊരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സെക്കൻഡ് പോലും നമ്മൾ അതിനകത്ത് നിന്ന് മാറി ചിന്തിക്കാനോ മാറ്റി നോക്കാനോ ഒന്നും നമുക്ക് ടൈം കിട്ടില്ല. അത്രയും നമ്മളവിടെ പിടിച്ചിരുന്നുണ്ട്. നമുക്ക് പക്ക എൻ്റർടൈൻമെൻറ്റായിട്ട് പിടിച്ചിരുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവ് ഇതാണ്. പിന്നെ പടം എൻ്റർടൈൻമെൻറ്റാണ്, ചിരിക്കാൻ ഒരുപാടുണ്ട്. അതുപോലെ സീരിയസ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സുണ്ട്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ പടം. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ബോക്സിങ്ങിനൊക്കെ പോകാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്യും. അത് അങ്ങനത്തേക്ക് ഇതാണ്. അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നു ഒരു സീൻ പോലും ബോറടിക്കാനൊന്നുമില്ല. നിങ്ങൾ മസ്റ്റായിട്ട് പോയി തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണുക. പിന്നെ എനിക്ക് ഡ്രോബാക്ക് വന്നത് PXR സ്ക്രീനിൽ ഇച്ചിരി റേറ്റ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കൂടുതലായിരുന്നു എന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ നിങ്ങളും പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത്രയൊക്കെ എൻ്റെ ഒരു കുഞ്ഞു അഭിപ്രായമാണിത്. സെറ്റായിരുന്നു പടം. ഞാൻ ഇപ്പോഴും പറയുന്നത് പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് ഇത് പോയിട്ട് കാണാൻ പറ്റിയ കിടിലൻ പടമാണ്. ഈ വർഷം ഇറങ്ങിയത് കിടിലനായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. BGM ഒക്കെ ഇപ്പോഴും എനിക്ക് ആ ഒരു സാധനം കേൾക്കുമ്പോഴത്തേക്കേ നിങ്ങൾക്കത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടുകൊണ്ട് പറയാം കേട്ടോ ആ BGM എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഇങ്ങനെ രോമ ഇടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ്. ബൈ ബൈ, പിന്നെ കാണാം.